മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. വ്രതാനുഷ്ഠാനത്തിൻ്റെ നാളുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ പാകപ്പെടുത്തി നാം സ്വയം തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന പുണ്യനാളുകൾ. 10 മണിപ്പൂക്കൾ കൂട്ടായ്മയുടെ ആരവത്തിൻ്റെ എപ്പിസോഡ് 8 എണ്ണം പൂർത്തിയാക്കി നമ്മൾ 9ാമത്തെ എപ്പിസോഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. 10 മണിപ്പൂക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്ന ആരവത്തിൻ്റെ 9ാമത് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ സഹപാഠികളെ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തുന്ന പങ്ക്തിയാണ് നമുക്ക് ആദ്യമായിട്ടുള്ളത്. 10 മണിപ്പൂക്കൾ എന്ന ഈ സംഘത്തിലെ അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് പോൾ PD. പോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോള് അടിമാലിയിലെ ഒരു സജീവ സാന്നിധ്യമാണ്. അടിമാലിയിലെ ഒരു ബിസിനസ്സുകാരനാണ്. നമ്മുടെ ഓരോ പരിപാടിയിലും അടിമാലിക്കാരൻ എന്നുള്ള നിലയിൽ, അടിമാലിയിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ആളെന്ന നിലയിൽ എല്ലാ പരിപാടികൾക്കും വളരെ അധികം സഹായങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ നടക്കാൻ പോകുന്ന വജ്രജൂബിലി ആഘോഷത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. പോളിനെ നിങ്ങൾക്ക് ഏവർക്കും മുന്നിൽ പരിചയപ്പെടുത്തുന്നു. വർഷങ്ങൾ കൂടുന്തോറും ലഹരി കൂടും എന്ന് പറഞ്ഞ പോലെയാണ് 36 വർഷങ്ങൾ ശേഷമുള്ള ഈ ലഹരിപൂർവമായ സന്തോഷകരമായ ഈ കൂടിച്ചേരൽ. ഞാനിപ്പോൾ താമസിക്കുന്നത് 200 ഏക്കർ മില്ലുംപടി എന്ന ഭാഗത്താണ്. ഞാനിവിടെ ടെക്സ്റ്റൈൽസ് നടത്തുന്നു. എനിക്ക് 2 മക്കളാണുള്ളത്. ഒരിക്കൽ കൂടി ഈ ആഘോഷ പരിപാടിയിൽ ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ച സംഘാടകർക്ക് ഇതിന് നന്ദി അറിയിക്കുന്നതോടൊപ്പം ഇതിൽ പങ്കുചേരാൻ പറ്റിയതിൽ അതീവ സന്തോഷവാനാണ്. എൻ്റെ ഭാര്യയും ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളൊന്നിച്ചാണ് 2 മക്കൾ, 2 പേരും പഠിക്കുകയാണ്. സന്തോഷം. നമ്മുടെ ബാച്ചിലെ അനീസയാണ് അടുത്തതായിട്ട് വരുന്നത്. എപ്പോഴും ചിരിക്കുന്ന മുഖത്തോടെ നമ്മളെ സമീപിക്കുന്ന അനീസ പ്രകാശനെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ ഏറെ സന്തോഷമുണ്ട്. അനീസ ഇപ്പോൾ കോതമംഗലത്താണ് താമസിക്കുന്നത്. അനീസയുടെ ഹസ്ബൻഡും ബിസിനസ്സുകാരനാണ്. അടിമാലിയിലാണ് ബിസിനസ്. അടിമാലിയും കോതമംഗലവുമായി അനീസ ഇങ്ങനെ എന്നും നമ്മളോട് കൂടി ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാണ്. അനീസയെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു. ഈ സദസ്സിൽ ഇത്രയും കുട്ടികളെയും ഇത്രയും നമ്മുടെ ടീച്ചേഴ്സിനെയൊക്കെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഞാൻ കോതമംഗലത്ത് താമസിക്കുന്നു. എനിക്ക് 2 കുട്ടികളാണ്, 2 പെൺകുട്ടികൾ. ഒരാൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, ഒരാൾ ഡിലോയിറ്റിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് ബിസിനസ് നടത്തുന്നു. വളരെ സന്തോഷം. ഇത്രയേ ഉള്ളൂ. പത്തുമണി കുടുംബത്തിൽ നിന്നും അടുത്തതായി വരാൻ പോകുന്നത് നമ്മുടെ ഷാനവാസ് ഖാനാണ്. ഷാനവാസ് ഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വേഷവിധാനത്തിലായിരുന്നു അന്ന് വന്നത്. അറബി സുൽത്താൻ്റെ വേഷത്തിൽ നമ്മുടെ സഹപാഠി നമ്മളോടൊപ്പം വർഷങ്ങൾക്ക് ശേഷം വന്നു ചേർന്നപ്പോൾ എല്ലാവർക്കും അതൊരു കൗതുകം കൂടിയായിരുന്നു. അതുതന്നെയല്ല, നമ്മുടെ കൂട്ടായ്മയിലെ സാന്നിധ്യമാണ് ഷാനവാസ്. കൂടാതെ എല്ലാവരെയും പേഴ്സണലായിട്ട് വിളിക്കുകയും സംസാരിക്കുകയും വിശേഷങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ്. എല്ലാവരുടെയും കൂട്ടായ്മയ്ക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഷാനവാസ് ഖാൻ. നമുക്ക് ഷാനവാസിൻ്റെ വാക്കുകളിലേക്ക് പോകാം. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫാദർ ഇവിടെ സുൽത്താൻ പിള്ള സാറ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷം നിറഞ്ഞ ദിവസമാണ്. കാരണം ഇത്രയും എൻ്റെ സഹപാഠികളെ അധ്യാപകരും ഒക്കെ കാണാൻ പറ്റിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. പിന്നെ ഭാര്യ ദുബായിൽ വർക്ക് ചെയ്യുന്നു, ടീച്ചറാണ്. മകൻ അവിടെ മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ അവിടെ ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നു, അത് ക്യാൻസൽ ചെയ്തിട്ട് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം, റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ബിസിനസ് ചെയ്യുന്നു. ഹാപ്പിയായിട്ട് പോകുന്നു. ഇന്ന് പോവും. ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. വളരെ ഹാപ്പിയായി, സന്തോഷമായി. ഇനി ഇൻഷാ അല്ലാ ഇതുപോലത്തെ സംരംഭങ്ങളിൽ എൻ്റെ പ്രാതിനിധ്യം ഞാൻ ഉറപ്പുവരുത്തുന്നു. നമ്മൾ ജീവിതത്തിൽ ഇനി എന്ന് കാണും, ഞാൻ വളരെ വികാരപരമായിട്ടാണ് പറയുന്നത്. ഇനി എന്ന് കാണും എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഈ കൂട്ടായ്മ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ നമ്മളെല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നല്ലൊരു സമൂഹത്തിനും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കും ഒരു മാതൃകയായിട്ട് നമ്മുടെ ഈ ഗ്രൂപ്പ് മുന്നേറണമെന്ന് ഒറ്റ അഭ്യർത്ഥന വെച്ചിട്ട് ഞാൻ ദുബായിലേക്ക് ഇന്ന് പോവുകയാണ്. നമ്മുടെ കൂട്ടായ്മയിലെ ഒരു നിശബ്ദ സാന്നിധ്യമായിരുന്ന സെലീന കെയാണ്. പ്രത്യേകിച്ച് ആരോടൊന്നും മിണ്ടാതെയൊക്കെ നടന്നിരുന്ന ഒരു കാലമായിരുന്നു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സെലീനയ്ക്കുണ്ടായിരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്.
സെലീന അടിമാലിലായിരുന്നു സെലീനയുടെ വീട്. ഇപ്പോൾ സെലീന പടിക്കപ്പിലാണ് താമസിക്കുന്നത്. ഹസ്ബൻഡ് ബിസിനസ്സുകാരനാണ്. കൂടാതെ സെലീന അംഗൻവാടി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സെലീനയും നമ്മുടെ ഗ്രൂപ്പിൽ വന്ന് നമ്മുടെ കൂട്ടായ്മയിൽ വന്ന് പങ്കെടുക്കുകയും നമുക്ക് വേണ്ട എല്ലാ പിന്തുണയും തരികയും ചെയ്ത ആളാണ് സെലീന. സെലീനയുടെ വാക്കുകളിലേക്ക് നമുക്ക് കിടക്കാം. അതോടൊപ്പം അവരുടെ ഫാമിലിയെ നമുക്ക് പരിചയപ്പെടാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ താമസിക്കുന്ന ഇരുമ്പുപാലത്താണ്. ഞാൻ അംഗൻവാടിയിൽ വർക്ക് ചെയ്യുന്നു കഴിഞ്ഞ 30 വർഷമായിട്ട്. എനിക്ക് 3 മക്കളാണ്. മൂത്തയാൾ CPO ആയിട്ട് ജോലി ചെയ്യുന്നു. ഇളയ 2 മക്കൾ പഠിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പാടാം നമുക്കു പാടാം വീണ്ടുമൊരു പ്രേമഗാനം, പാടിപ്പതിഞ്ഞ ഗാനം, പ്രാണനൊഴുകും ഗാനം, ഗാനം പാടാം നമുക്കു പാടാം വീണ്ടുമൊരു പ്രേമഗാനം. എന്താ റൻസേ, പ്രണയഗാനമൊക്കെ ആയിട്ടാണല്ലോ? പ്രണയം എപ്പോഴും മനസ്സിലുണ്ടാകുന്ന ഒരു വികാരമാണല്ലോ. അത് ആരോട്, എന്തിനോട്, എപ്പോൾ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആരോട് വേണമെങ്കിലും, മുതിർന്നവരോടോ കുട്ടികളോടോ മറ്റ് ജീവജാലങ്ങളോടോ ഒക്കെ പ്രണയം തോന്നാറുണ്ട്. അതെ, ഞാനിപ്പം അത് പാടാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ 10 മണിപ്പൂക്കൾ സംഘടിപ്പിച്ച ആ പ്രോഗ്രാമിൽ നമ്മളെ ഏറ്റവും സന്തോഷിച്ച ഒരു ഗാനം എന്ന് പറയുന്നത് മായ ആൻഡ് പാർട്ടി അവതരിപ്പിച്ച ആ ഒരു പാട്ടായിരുന്നു. അതായിരുന്നു അല്ലേ? മായ ആൻഡ് പാർട്ടി അവതരിപ്പിച്ച ആ ഒരു ഗാനത്തിൽ അതാണ് നമ്മളെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു ഗാനം. അതിൽ ദീപയുണ്ട്, ഉഷയുണ്ട്, ഫാത്തിമയുണ്ട്, സുനിതയുണ്ട്. ആ ഗാനത്തിലേക്ക് നമുക്ക് പോകാം. പ്രേക്ഷകരോടൊപ്പം ആ പാട്ട് നമുക്കും ആസ്വദിക്കാം. പാടാം നമുക്കു പാടാം വീണ്ടും ഒരു പ്രേമഗാനം, പാടിപ്പതിഞ്ഞ ഗാനം, പ്രാണനുരുകും ഗാനം, ഗാനം പാടാം നമുക്കു പാടാം വീണ്ടും ഒരു പ്രേമഗാനം. Let us sing a song as love, let us see the pants of love, let us see the pants of love, let us hear the tones of love. ഒരു മലർ കൊണ്ടു നമ്മൾ ഒരു വസന്തം തീർക്കും, ഒരു ചിരി കൊണ്ടു നമ്മൾ ഒരു കാർത്തിക തീർക്കും. പാലമരം ഒരു പാൽക്കടലായി അലചാത്തിടും അനുരാഗമം പൂമാനത്തിൻ താഴെ. പാടാം നമുക്കു പാടാം വീണ്ടും ഒരു പ്രേമഗാനം, പാടിപ്പതിഞ്ഞ ഗാനം, പ്രാണനുരുകും ഗാനം, ഗാനം പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. ഹലോ, ഞങ്ങൾക്ക് ട്രെയിനിങ് ഒന്നുമില്ല. ഞങ്ങൾ ഫസ്റ്റിൽ സ്റ്റേജിൽ കയറിയിട്ടാണ് പാടുന്നത്. ഐ എം വെരി സോറി. നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായ നമ്മുടെ സൽമയാണ് നമുക്ക് 10 മണിപ്പൂക്കൾ കുടുംബത്തിൽ നിന്നും ഇനി പരിചയപ്പെടുത്താനുള്ളത്. സൽമ മീരാൻ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഗ്രൂപ്പിനെ എപ്പോഴും ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും അതിലെ ഓരോ നീക്കങ്ങളും അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് സൽമ. അതെ, ഗ്രൂപ്പിൽ ആളില്ലെങ്കിലും അത് ആരാ വരാത്തതെന്നും സൽമയ്ക്ക് അറിയാം. വന്നു കഴിയുമ്പോഴും സൽമ വളരെ സന്തോഷത്തോടു കൂടി ഗ്രൂപ്പിലേക്ക് വന്ന് അവരുമായിട്ട് സംസാരിക്കാറുണ്ട്. സൽമേനെയാണ് നമുക്ക് പരിചയപ്പെടുത്തുവാനുള്ളത്. ഓക്കെ, സൽമയുടെ വാക്കുകൾ നമുക്ക് ഒന്ന് കേൾക്കാം. വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയ ടീച്ചർമാർ, എൻ്റെ സഹപാഠികളെ എല്ലാവരോടും, എനിക്ക് 3 കുട്ടികൾ, എൻ്റെ ഹസ്ബൻഡ് കടയാണ്. 2 പേരുടെ കല്യാണം കഴിഞ്ഞു. ഒരാൾ ബാംഗ്ലൂർ ജോലി നോക്കുന്നു. മൂത്തയാളും എൻ്റെ കൂട്ടത്തിലുണ്ട്. മോളെ നേരങ്ങളിൽ കല്യാണം കഴിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഞാൻ പറയുന്നു. പത്ത് മണിപ്പൂക്കളുടെ സംഗമത്തിൽ നമ്മുടെ പ്രോഗ്രാമിന് നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിച്ചത് നമ്മുടെ ഗ്രൂപ്പ് അഡ്മിനായിരുന്ന സജീവ് തങ്കപ്പനാണ്. സജീവനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അല്ലാണ്ട് സജീവൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോടൊപ്പം വന്ന് നമ്മൾ പരിചയപ്പെടുത്തുകയുണ്ടായി. അതെ, ഔദ്യോഗികമായ രീതിയിൽ ആ ഒരു ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ള ചടങ്ങാണ് നമുക്ക് നടത്തിയത്.
ആ ഒരു ചടങ്ങിലേക്ക് നമുക്കൊന്ന് പോകാം. എല്ലാവരും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഇന്ന് വന്ന് വളരെ ഭംഗിയായിട്ട് നമുക്കിവിടെ നിന്ന് ഈ പ്രോഗ്രാം നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയ സുഹൃത്ത് അലിയുടെ മരണത്തോടനുബന്ധിച്ച് അവൻ്റെ ഒരു ഓർമ്മയിൽ നിന്നും ആണ് ശരിക്കും നമുക്ക് ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ എന്തായാലും നമ്മുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഒക്ടോബർ 2-ാം തീയതി ചെറുതായിട്ട് നമ്മൾ കുറച്ച് ആളുകളെ കൂടിക്കൊണ്ടൊരു പ്രോഗ്രാം നമുക്ക് കണ്ടക്ട് ചെയ്യാൻ കഴിഞ്ഞു. ഏകദേശം നമ്മുടെ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും തന്നെ കണ്ടെത്താനും അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ ഒരു റീയൂണിയൻ പ്രോഗ്രാം ഇവിടെ വളരെ വിജയകരമായിട്ട് നടത്തുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ അവസരത്തിൽ ഞാൻ ആദ്യമായിട്ട് കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് നമ്മുടെ പ്രിയ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നമ്മുടെ സുബൈർ TM-നാണ്. നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും നന്മയ്ക്ക് വേണ്ടിയിട്ടും വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനായ സുബൈറിന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഈ അവസരത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. റീയൂണിയൻ്റെ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടും വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ജനറൽ കൺവീനർ നമ്മുടെ ബിനോജ് BTക്ക് ഞാൻ ഈ അവസരത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഗ്രൂപ്പിൻ്റെ പേരിലും എൻ്റെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മുടെ നിരന്തരമായ അഭ്യർത്ഥന പ്രകാരം നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിനെ ധന്യരാക്കിയ നമ്മുടെ അഭിമന്യ ഗുരുക്കന്മാർ, ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഈ അവസരത്തിൽ ഞാൻ അവരെയെല്ലാം വളരെയധികം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സ്നേഹവും ആദരവും അവർക്ക് അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേരിലും ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ ഓരോ അധ്യാപകർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. വളരെയധികം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് നമ്മുടെ അനിൽകുമാർ, എറണാകുളത്ത് നിന്നുള്ള നമ്മുടെ അനിൽകുമാർ, നമ്മുടെ സുഹൃത്ത്. അദ്ദേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ വളരെ ആത്മാർത്ഥമായിട്ടും കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഇനിയുള്ള കാലങ്ങളിലും എപ്പോഴും നമ്മളോടൊപ്പം വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ ജയൻ. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ആത്മാർത്ഥമായി കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. റെൻസ് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് രൂപീകരണത്തിന് ശേഷം എല്ലാ വ്യക്തികളെയും പേഴ്സണലായിട്ട് വിളിച്ച്, നമുക്കൊന്നും അത്ര സാധിച്ചിട്ടില്ല, എല്ലാ വ്യക്തികളെയും പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിക്കും, ഗ്രൂപ്പിനെക്കുറിച്ച് സംസാരിക്കും. അവരെയൊക്കെ ഈ ഗ്രൂപ്പിലേക്ക് പങ്കെടുപ്പിക്കാനും ഇതിലേക്ക് കടന്നു വരാനും ഒരു പരിധിവരെ അവരെയൊക്കെ നിരന്തരം അവരെ വിടാതെ പിന്തുടർന്ന് പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ റെൻസ്. നല്ല രീതിയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹത്തിന് ഞാൻ നമ്മുടെ 10 മണി പൂക്കളുടെ ഗ്രൂപ്പിൻ്റെ പേരിലും എൻ്റെ പേരിലും ആത്മാർത്ഥമായി ഹൃദയം നിറഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ജോലി സ്ഥലത്തിരുന്നു കൊണ്ട് ഷിജി, അതും ഫിനാൻസ് കമ്മിറ്റിയുടെ ചാർജാണ് ഉണ്ടായിരുന്നത്. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം പണം വരുന്ന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഷിജി. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ നമ്മുടെ 10 മണി പൂക്കളുടെ ഗ്രൂപ്പിന് വേണ്ടിയിട്ടും എൻ്റെ സ്വന്തം പേരിലും ഹൃദയം നിറഞ്ഞ കൃതജ്ഞത ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ശരിക്കും നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ ഒരു കിടാവിളക്കെന്ന് പറയാം. എന്തായാലും ഒരിക്കലും ഒരു സംഭാഷണത്തിൽ പോലും ആർക്കും ഒരു വിഷമം തോന്നാത്ത, എപ്പോഴാണെങ്കിലും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് വളരെയധികം ആത്മാർത്ഥമായിട്ട് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാനും ഏത് ലെവൽ വരെ പ്രവർത്തിക്കാനും മനസ്സുള്ള ഒരു കൂട്ടുകാരിയാണ് നമ്മുടെ ഫാത്തിമ. ഇന്നത്തെ പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്ത് മിസ്റ്റർ ബ്രിനേഷും നമ്മുടെ ഫാത്തിമയും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഈ അവസരത്തിൽ ഇത്രയും നന്നായിട്ട് ആത്മാർത്ഥ നമ്മുടെ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്ന ഫാത്തിമയ്ക്ക് ഞാൻ ഈ അവസരത്തിൽ നമ്മുടെ 10 മണി പൂക്കൾ എന്ന നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേരിൽ എൻ്റെ പേരിൽ ഞാൻ ഹൃദയം നിറഞ്ഞ കൃതജ്ഞത അറിയിക്കുകയാണ്. അതായത് സമയത്ത് പ്രവർത്തനങ്ങൾ കറക്റ്റായിട്ട് നടത്തുവാൻ വേണ്ടിയുള്ള ആ ഒരു എല്ലാവർക്കും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ശാസനയും എല്ലാം നടത്തി നമ്മളെ നല്ല രീതിയിൽ നമ്മുടെ ഗ്രൂപ്പിനെ മുമ്പോട്ട് നയിച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ബ്രിനേഷ്. നമ്മുടെ ഈ 10 മണി പൂക്കൾ എന്ന നമ്മുടെ കൂട്ടായ്മയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഹൃദയം നിറഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. വിനോദ് വളരെയധികം തിരക്കുള്ള ഒരാളാണ്. ഒക്കെ നമ്മൾ ചില സമയങ്ങളിൽ ചാറ്റ് ചെയ്യുന്ന സമയത്ത് വിനോദ് വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടായിരിക്കും ചാറ്റ് ചെയ്യാൻ വരുന്നത്. നമ്മുടെ 10 മണി പൂക്കൾ എന്ന നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദയംഗമായ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബെറ്റ്സി, അദ്ദേഹം മത്തി സാറിനെ കൂട്ടി അനിയനെ കൂട്ടി നമ്മുടെ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാനായിട്ട് നേരത്തെ തന്നെ വന്നു. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ബെറ്റ്സിക്ക് നമ്മുടെ 10 മണി പൂക്കൾ എന്ന നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദയംഗമായ
കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും, നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി ഓരോ ചാർജുകൾ ഉണ്ടായിരുന്ന എല്ലാവർക്കും, പേരെടുത്തെടുത്ത് ഞാൻ പറയുന്നില്ല, ഓരോ മേഖലകളുടെയും ചാർജ് കിട്ടുന്ന എല്ലാവർക്കും, അതുപോലെ വന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും, കൂട്ടുകാരുടെ കൂടെ വന്ന മറ്റ് ബന്ധുക്കാർക്ക് എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നമ്മുടെ 10 മണിപ്പൂക്കൾ എന്ന ഗ്രൂപ്പിൻ്റെ പേരിൽ, അതുപോലെ തന്നെ എൻ്റെ സ്വന്തം പേരിലും ഹൃദയം നിറഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ദാനിയേലും അതുപോലെ തന്നെ ദാനിയേലിനൊപ്പം വന്ന നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയംഗമായ കൃതജ്ഞത ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇപ്പം നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകനായ നമ്മുടെ ജോണി സാറ്, അദ്ദേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ വളരെ ഹൃദയം നിറഞ്ഞ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമുക്ക് ഈ ഓഡിറ്റോറിയം വിട്ടുതന്ന് നമ്മുടെ ഈ പ്രോഗ്രാം വളരെ ഭംഗിയാക്കാനായിട്ട് നമുക്ക് എല്ലാ സഹകരണവും ചെയ്തു തന്ന ഈ നമ്മുടെ സ്കൂളിൻ്റെ, ഗവൺമെൻറ് സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ്, അതുപോലെ സ്റ്റാഫുകൾ, ഇവർക്കെല്ലാം ഈ അവസരത്തിൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഈ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഞാനായതുകൊണ്ട് ഇതിനെല്ലാം കൃതജ്ഞത രേഖപ്പെടുത്തേണ്ട ആളും ഞാൻ തന്നെയാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അടുത്തതായി നമുക്ക് 10 മണിപ്പൂക്കളിൽ പരിചയപ്പെടാനുള്ളത് നമ്മുടെ സഹപാഠിയായിരുന്ന ഓമന KP ആണ്. ഓമന നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഒരു കവിത പാടുകയുണ്ടായി. അതെ, ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായിട്ട് പോലും തൻ്റെ ആ ഒരു കവിത നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കാണിച്ച ഒരു ധൈര്യം, അത് വളരെ പ്രശംസനീയമാണ്. അതെ, നമുക്ക് ഏറ്റവും സന്തോഷം ഉളവാക്കിയ ഒരു കാര്യമാണ് കവിത കേട്ടപ്പോൾ. ഓമന ഇപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ രാജാക്കാട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓമനയും കുടുംബത്തെയും നമുക്ക് പരിചയപ്പെടാം. ഞാനിപ്പോൾ മില്ലുംപടിയിൽ താമസിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് പാസ്റ്ററാണ്, റിട്ടയർഡായി. അതുപോലെ മക്കൾ 5 പേരുണ്ട്. മൂത്ത ആൾ ഒരു കമ്പനി മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തവൻ പൂക്കോട് വെറ്റിനറിയിൽ അധ്യാപകനാണ്. മൂന്നാമത്തെ മകൻ എറണാകുളത്ത് ഒരു ചെറിയ വർക്കായിട്ടിരിക്കുന്നു. പിന്നെ മോളാണ്, മോള് BS നേഴ്സിംഗ് 3ാം വർഷം ബാംഗ്ലൂർ. ഇളയ മകൻ +2 കഴിഞ്ഞു. ഞാനിപ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലാ ടൂറിസത്തിൽ കൗണ്ടർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. നമ്മുടെ പ്രിയ കൂട്ടുകാരി ഷജിനി സന്തോഷ്, നമ്മൾ ഇതിനു മുമ്പ് 2 വട്ടം ആളെ നമ്മൾ പരിചയപ്പെടുത്തിയതാണ്. അതെ, ഒരു ബർത്ത്ഡേ വിഷസും അറിയിച്ചു, ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി അറിയിക്കുകയുണ്ടായി. അതെ, കഴിഞ്ഞ മാസം അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുമായിരുന്നു, അതോടൊപ്പം തന്നെ ഷജിനിയുടെ ബർത്ത്ഡേയുമായിരുന്നു. ഷജിനിയുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഷജിനി സന്തോഷ് എന്നാണ്. എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് എൻ്റെ കൂടെ. പിന്നെ എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞു. ഇളയ മോളിപ്പോൾ ഒരു 3 മാസത്തെ കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വൈസ്മാനിലാണ് താമസിക്കുന്നത്. അജയകുമാർ പ്ലീസ്. ഏറ്റവും സന്തോഷം നിറഞ്ഞ നമ്മുടെ ആ സ്കൂൾ കാലഘട്ടത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ച നമ്മുടെ ഒരു ഇവൻ്റായിരുന്നു നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ അവസാനം നമ്മൾ സംഘടിപ്പിച്ച ആ ഒരു കൊട്ടിക്കലാശം പാട്ട്. കലാഭവൻമണിയുടെ പാട്ടുകൾ ചേർത്തുകൊണ്ട് പല പാട്ടുകൾ പാടി എല്ലാവരും ആടിയും പാടിയും സ്റ്റേജിൽ കയറി വളരെ ആസ്വദിച്ച് ചെയ്ത ഒരു ആ പരിപാടിക്ക് പങ്കെടുത്ത ഒട്ടുമുക്കാൽ പേരും അന്ന് ആ സ്റ്റേജിൽ കയറി ആ പാട്ടിനോടൊപ്പം താളം ചെയ്യുകയും പാട്ട് പാടുകയും ചെയ്തായിരുന്നു. ആ ഒരു മനോഹര ഗാനമാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. പ്രേക്ഷകരോടൊപ്പം നമുക്കും ആ പാട്ട് ആസ്വദിക്കാം. തീർച്ചയായിട്ടും. കണ്ണിമങ്ങപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടെ മാമ്പഴമാകട്ടെ. പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ
മിന്നുന്ന പവാട എത്ര നാൾ വാങ്ങി തരും എന്നാലേ എത്ര ഞാൻ വാങ്ങി തരും വെള്ളേ പുള്ളിയുള്ള മിന്നുന്ന പവാട എത്ര നാൾ വാങ്ങി തരും എന്നാലേ എത്ര ഞാൻ വാങ്ങി പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ പുന്നാലെ മാമ്പഴമാകട്ടെ ചെറുപ്പത്തിലല്ലേടി എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലേടി എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി കൊച്ചു കൊച്ചു മുറങ്ങൾ നെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലേടി എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി കുഞ്ഞുനാൾ ചെറുപ്പത്തിലല്ലേടി എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലേടി എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി വരിക്കച്ചക്കയുടെ ചോള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി തുടുതുടുത്തൊരു കല്യാണി കൊടകരയിലെ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം കണ്ടടി ഞാനൊരു മിന്നായം ചാട്ടുളി തുളയ്ക്കണം മൂർച്ചയുള്ളൊരു മൂർച്ചയുള്ളൊരു നോട്ടമ്മ കാലിടറണ് വയറെറിയണ് ഇടി കുടുങ്ങണ് നെഞ്ചടി ഇടി കുടുങ്ങണ് നെഞ്ചടി വരിക്കച്ചക്കയുടെ ചോള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി തുടുതുടുത്തൊരു കല്യാണി കൊടകരയിലെ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിൽ കള്ളു കുളിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിൽ കള്ളു കുളിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊടുക്കാൻ പറ്റാത്തോനെന്തിനി പണി ചെയ്തു കല്യാണം കുട്ടിക്കളി പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളു കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള വികാരി പെണ്ണിനെ കണ്ടീന ആടേണം പാടേണം എനിക്ക് പാടി തുടിക്കണം ആടേണം പാടേണം എനിക്ക് ചാടി കളിക്കണം ആടേണം പാടേണം പാടി തുടിക്കണം ആടേണം പാടേണം ചാടി കളിക്കണം ആടേണം പാടേണം പാടി കളിക്കണം ആടേണം പാടേണം എനിക്ക് ചാടി കളിക്കണം പച്ചപ്പനന്തത്തെ പണ്ണാറ് പൂമ്പത്തെ കുന്നല്ലി പൂങ്കരളി എന്നോ മന പൊന്നാര പൂങ്കരളി ഉച്ചയ്ക്ക് നീ എന്റെ കൊച്ചുവാഴ തൊപ്പിൽ ഒന്നു പങ്കരളി എന്തത കേൾപ്പിക്കാൻ ഞാൻ ആടണം പാടേണം എനിക്കിന്ന് പാടി കളിക്കണം ആടണം പാടേണം എനിക്കിന്ന് ചാടി കളിക്കണം ആടണം പാടേണം എനിക്കിന്ന് പാടി കളിക്കണം ആടണം പാടേണം എനിക്കിന്ന് ചാടി കളിക്കണം
അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂൾ 87-88 ബാച്ച് ഒരുക്കുന്ന 10 മണിപ്പൂക്കളുടെ ആരവം എന്ന പരിപാടി അത് ഇപ്പോൾ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിക്കലാശം പരിപാടിയിലൂടെ അന്ന് നമ്മൾ അനുഭവിച്ച അതേ ആനന്ദം തന്നെ ഈ സംപ്രേഷണം ചെയ്യുന്ന പരിപാടിയിലും നമുക്ക് ആസ്വദിക്കാൻ കഴിയും എന്നെനിക്കറിയാം. സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം മീഡിയയിൽ ആകാൻ പറ്റിയ വേറെ ഒരു പ്രോഗ്രാമും അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് വരെ പൂർവ്വ വിദ്യാർത്ഥി സംഘവുമായിട്ട് ബന്ധപ്പെട്ട് ആരും നടത്തിയിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. അതെ, അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു കൂട്ടായ്മ ഈ പല മേഖലകളിലേക്ക് വളർന്നു വന്ന ഒരു കൂട്ടായ്മ വേറെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ വിജയമെന്ന് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ബാക്കി ഫാമിലി മെമ്പേഴ്സിനും സെൻഡ് ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുമല്ലോ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വരുന്ന എപ്പിസോഡുകൾ ഏതെല്ലാം മാനങ്ങളിലേക്ക് പോകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാമോടുകൂടി നമ്മൾ ആ ഒരു ഭാഗത്തിന് ഒരു അറുതി വന്നിരിക്കുകയാണ്. ഇനി പുതിയ പുതിയ മാനങ്ങളിലേക്ക് നമ്മൾക്ക് എങ്ങനെ പോകാം എന്നുള്ളതിനെക്കുറിച്ചുള്ള കൂടിയാലോചനകൾ കൂടി ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് സംവദിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇനിയും ഈ ഗ്രൂപ്പിലെ ഓരോരുത്തരും ഇതിന് മുന്നിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. താല്പര്യമുള്ളവർ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും രേഖപ്പെടുത്തുകയും ഈ പരിപാടിയുടെ ഭാഗമായി തീരുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. വീണ്ടും 10 മണിപ്പൂക്കൾ ഒരുക്കുന്ന ആരവത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.